നിയമസഭാ ഇലക്ഷൻ വരുന്നതോടുകൂടി കൊട്ടാരക്കര മണ്ഡലം സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ കേരളത്തിലും മൊത്തത്തിൽ ചർച്ചയാവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൊട്ടാരക്കരയെ പ്രതിനിധാനം ചെയ്യാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് കൊട്ടാരക്കരയുടെ നിലവിലത്തെ MLA യും മന്ത്രിയുമായ കെ ബാലഗോപാലാണ്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയാണ്. ധനകാര്യമന്ത്രിയായിരിക്കെ തന്നെ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ കൊട്ടാരക്കരയ്ക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നുണ്ട്, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കൊട്ടാരക്കരയ്ക്ക് വേണ്ടി, അതായത് ഐഷ പോറ്റ് തുടങ്ങി വെച്ചിരുന്ന കാര്യങ്ങൾ പലതും പൂർത്തീകരിക്കാനും പുതിയ പദ്ധതികൾ ചിലതൊക്കെ കൊണ്ടുവരാനും സ്കൂളുകൾ പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ അധികമായിട്ട് സ്കൂളുകൾക്കൊക്കെ തന്നെ അധികമായിട്ട് ഫണ്ടുകൾ അനുവദിച്ച് പുതിയ ബിൽഡിങ്ങുകളൊക്കെ കൊണ്ടുവരാനും റോഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം പുള്ളി നടത്തിയിട്ടുണ്ട്. ഇപ്പം പുതിയ ബൈപ്പാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതി, ഭൂമി ഏറ്റെടുക്കൽ ഒക്കെ അടിയന്തരമായിട്ട് തന്നെ അങ്ങ് ചെയ്യുവാണ്. അതായത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ പുതിയ പദ്ധതികളൊക്കെ തന്നെ കൊണ്ടുവരുന്നു. സോഹോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനി തന്നെ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ പുള്ളി കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്തതിൽ നിന്നും കുറച്ചുകൂടെ കൊട്ടാരക്കരയ്ക്ക് വികസനത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിജയമാണ് LDF പ്രതീക്ഷിക്കുന്നത്. എങ്കിലും അടുത്ത തവണ നിൽക്കുന്ന സമയത്ത് പുള്ളിക്ക് ഒരു ഓപ്പോണൻ്റായിട്ട് വന്നേക്കുന്നത് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു വിസ്മയം പോലെ കടന്നു വന്ന ഐഷ പോറ്റിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ R ബാലകൃഷ്ണപിള്ളയെ മലർത്തി അടിച്ചുകൊണ്ടാണ് ഐഷ പോറ്റി ഈ പറയുന്ന വിജയം കൈവരിച്ചത്. ഒരു പിള്ളയുടെ ഒരു കോട്ടയായിട്ടിരുന്ന കൊട്ടാരക്കരയെ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നത്, ഒരു LDF കോട്ടയാക്കി മാറ്റിയത് ഐഷ പോറ്റിയുടെ വരവോടുകൂടിയാണ്. ഐഷ പോറ്റിയെ വ്യക്തിപരമായിട്ട് പലർക്കും ഇഷ്ടമാണ്, അതും ഒരു കാരണമാണ്. എന്നാൽ 3 ടേണിൽ ജയിച്ചതിന് ശേഷം 4ാമത്തെ ടേണിലേക്ക് വന്നപ്പോഴത്തേക്ക് LDF അവർക്ക് അവരുടെ നിയമപ്രകാരം 3 തവണ മത്സരിച്ചവർ 4ാമത്തെ തവണ മത്സരിക്കേണ്ട എന്നുള്ള നിബന്ധന കൊണ്ടായിരിക്കാം 4ാമത്തെ തവണ അവരെ മത്സരിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ഐഷ പോറ്റിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു നീരസം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നിന്നിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു മന്ത്രിയോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പീക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമായിരുന്നു എന്നുള്ള വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ റൂമറുകളൊക്കെ തന്നെ കൊട്ടാരക്കരയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. കേരളക്കര മൊത്തത്തിൽ അത് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്, അത് മാറ്റി വെക്കാൻ പറ്റില്ല. പക്ഷേ വളരെ പെട്ടെന്നാണ് കെ ബാലഗോപാൽ എന്ന് പറയുന്ന വ്യക്തി, നേരത്തെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കൊല്ലത്ത് നിന്ന് മത്സരിച്ച് തോറ്റ വ്യക്തി, വീണ്ടും കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത്. ഈ സമയത്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ഐഷ പോറ്റി ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോഴത്തേക്ക് അവരുടെ ഉള്ളിലുള്ള എല്ലാ ഫ്രസ്ട്രേഷൻസും എടുത്ത് പുറത്തിട്ടുകൊണ്ടാണ് അവരെന്ത് ചെയ്തു, കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയപ്പോൾ വളരെ വൻപിച്ച സ്വീകരണമാണ് കൊട്ടാരക്കരയിൽ കോൺഗ്രസ്സുകാർ ഐഷ പോറ്റിയെ സ്വീകരിക്കുന്നതോടുണ്ടായത്. LDFൻ്റെ സൈബർ ഇടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഐഷ പോറ്റിയെ എത്രത്തോളം എത്രത്തോളം തകർക്കാമോ, എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് എത്രത്തോളം കരിവാരി തേക്കാമോ അതിനപ്പുറത്ത് നിന്ന് കരിവാരി തേക്കില്ല. പക്ഷേ മാന്യമായ രീതിയിലാണ് അവരതിനെയൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐഷ പോറ്റിയുടെ വരവോടുകൂടി കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിൻ്റെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്ന, മഹിളാ മോർച്ചയുടെ നേതാവ് കൂടിയായിരുന്ന R രശ്മിക്ക് ഒരു വലിയ കനത്ത തിരിച്ചടിയായിരുന്നു അത്. അതുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രശ്മിയുടെ MLA സീറ്റിലേക്കുള്ള ഒരു 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 നോട്ടം നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. എങ്കിലും കുറച്ചൊക്കെ ശ്രമിച്ചു നോക്കി, അവരെങ്ങനെങ്കിലും കോൺഗ്രസ്സിൽ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിച്ചു നോക്കിയെന്നാണ് അറിയുന്നത്. പക്ഷേ അവർ വെച്ച നിബന്ധനകളൊക്കെ തന്നെ കോൺഗ്രസ് നിരാകരിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അവർ എന്ത് ചെയ്തു, എടിപിടിയെന്നും പറഞ്ഞിട്ട് BJPയിലേക്ക് കൂറുമാറി. BJPയിലേക്ക് കൂറുമാറിയപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിൽ മാരാർ അതല്ലെന്നുണ്ടെങ്കിൽ രശ്മി എന്നൊരു ചോയ്സ് വന്നു. പക്ഷേ അഖിൽ മാരാരെക്കാളും ഏറ്റവും ബെറ്റർ കൊട്ടാരക്കരയിൽ BJPക്ക് പറ്റിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കൊട്ടാരക്കരക്കാരൻ എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റും R രശ്മിയാണ്. ഇവർ 3 പേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രശ്മിയെയും ഐഷ പോറ്റിയും താരതമ്യം ചെയ്യുകയാണെങ്കിൽ R രശ്മിക്ക്
ഐഷ പോറ്റിയെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ആ രശ്മി ആക്സസ് ചെയ്യാൻ, അതായത് സാധാരണ ജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് പറ്റും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അത് കോൺഗ്രസ്സുകാരായിക്കോട്ടെ, BJPക്കാരായിട്ടെ, കമ്മ്യൂണിസ്റ്റുകാരായിട്ടെ ആരായാലും അവർക്കറിയാം. അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് സാധാരണക്കാരെന്ന നിലയിൽ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പം കുളക്കടയിൽ അവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആരും പാർട്ടിയുടെ കത്തും കൊണ്ടുപോവുക എന്നാലേ കയറ്റിവിടൂ എന്നൊന്നും പറയത്തില്ല. അവർക്ക് ഡയറക്റ്റ് അവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റും. അത് കുളക്കടയുടെ ഒരു ചെറിയൊരു വികാരം കൂടിയാണ്. പക്ഷേ കുളക്കട കൂടുതലും LDFന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഐഷ പോറ്റിയെ എങ്ങനെ അത് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതൊരു വിഷയമായി മാറും. കാരണം ഐഷ പോറ്റിയെ പേഴ്സണലി സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഒരുപാട് പേരുള്ള ഒരു സ്ഥലം കൂടിയാണ് കൊട്ടാരക്കര. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐഷ പോറ്റിയെ ആൾക്കാർ വോട്ട് ഐഷ പോറ്റി കൂടെ കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ബാലഗോപാലിൻ്റെ കാര്യത്തിൽ ഒരു പ്രയാസം അനുഭവപ്പെടും. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം നിലവിൽ ആദ്യം ഉണ്ടായിരുന്ന അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ബാലഗോപാലും അല്ലെന്നുണ്ടെങ്കിൽ ബാലഗോപാൽ നിൽക്കുന്നു, ഒപ്പം തന്നെ രശ്മിയുമാണെന്നുണ്ടെങ്കിൽ ബാലഗോപാൽക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു ഒരു അമിതമായ പ്രതീക്ഷ LDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഐഷ പോറ്റി വന്നതോടുകൂടി അവരുടെ ഈ പ്രതീക്ഷകൾക്ക് ഒരു ചെറിയ മങ്ങലേറ്റം എന്നുള്ള യാഥാർത്ഥ്യം തന്നെ. പക്ഷേ അവരാരും ഇത് അംഗീകരിക്കത്തില്ല. പക്ഷേ പുറത്തുനിന്നുള്ള നമുക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. അതേസമയത്ത് BJPക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി ആരാകും എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ആര് നിന്നാലും അത് വലിയ പ്രയോജനമൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് BJPക്കാർക്കിടയിൽ തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടിയും രശ്മിയുടെ വരവോടി ഈ പിക്ചറാകെ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രശ്മിയുടെ വരവോടുകൂടി BJP അവിടെ ഒരു മുന്നോക്കം വന്നു എന്നുള്ള യാതൊരു സംശയവുമില്ല. അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു കറക്റ്റ് പോയിന്റിലുള്ള പ്ലേസ്മെൻറ്റാണ് രശ്മി അവിടെ നിൽക്കുന്നതോടി. അഖിൽമാരാരെ നിന്നാൽ ഇത്ര ഇമ്പാക്റ്റ് എന്തായാലും കൊട്ടാരക്കരയിൽ ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം അഖിൽമാരാർക്ക് പറ്റിയൊരു തട്ടമല്ല. കൊട്ടാരക്കരക്കാരനാണെങ്കിൽ അഖിൽമാരാർ കൊട്ടാരക്കരയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്തില്ല. ബിഗ് ബോസിലൂടെ വിജയിച്ചു വന്നു എന്നുള്ളതിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന അഖിൽമാരാർ കൊട്ടാരക്കരയിൽ. വലിയ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നല്ല. വല്ലപ്പോഴൊക്കെ വരുന്ന സമയത്ത് ആൾക്കാരുടെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, റീൽസ് എടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അഖിൽമാരാരെ കൊട്ടാരക്കരയിൽ നിന്നാലൊന്നും വലിയ ഇമ്പാക്റ്റ് ഒന്നും BJPക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി കൊല്ലത്തൊക്കെ എന്താണെന്ന് അറിയത്തില്ല. മറ്റേതെങ്കിലും വിജയസാധ്യതയുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഒരു പക്ഷേ നിന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ ആദർശം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിൽക്കും. കാരണം യുവത്വത്തിൻ്റെ ഒരാളെന്ന നിലയിൽ. പക്ഷേ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിൽക്കുന്ന കാൻഡിഡേറ്റിൽ ഏറ്റവും മികച്ചതെന്ന് പറയുന്ന ഒരു സാധ്യത വന്നിരിക്കുന്നത് രശ്മിക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ BJPയുടെ വോട്ടും രശ്മിക്ക് കിട്ടാൻ പോകുന്ന വ്യക്തിപരമായ വോട്ടും കിട്ടിക്കഴിഞ്ഞാൽ രശ്മി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിട്ട് മാറ്റിയെടുക്കാൻ കൊട്ടാരക്കരയ്ക്ക് കഴിഞ്ഞു. അത് ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം ഇപ്പം നിൽക്കുന്ന കാൻഡിഡേറ്റ്സിനാണ് അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാത്തിരുന്ന് കാണാം.